ഹായ് ഫ്രണ്ട്സ്, പിങ്ക് ബ്ലൂംസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ കുർത്തിയുടെ കട്ടിങ് സ്റ്റിച്ചിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. എ ലൈനിലാണ് തുന്നിയിരിക്കുന്നത്. ഇത് കുർത്തിയായിട്ടും ഫ്രോക്കായിട്ട് ഉപയോഗിക്കാം. കുറച്ച് ലെങ്ത്ത് കൂട്ടിയാൽ മതി ഫ്രോക്കായിട്ട് ഉപയോഗിക്കാം. ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതുപോലത്തെ ഒരു തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2.5 മീറ്റർ എനിക്ക് കിട്ടിയുള്ളൂ. ലാസ്റ്റ് പീസാണ്. അപ്പോൾ അതിൻ്റെ ലൈനിങ്ങും ആ തുണി ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത് ഫുൾ ലെങ്ത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തുണിയുടെ വീതി എത്ര നീളം കിട്ടണോ 44 ഇഞ്ചായിരിക്കും അതിൻ്റെ ഇറക്കം. ഞാനൊന്നും ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4ആയിട്ട് മടക്കി ഞാനപ്പോൾ മെഷർമെൻറ്റ് തുടങ്ങുകയാണ്. അപ്പോൾ അര ഇഞ്ച് ഞാൻ അതിൻ്റെ തേര് ഭാഗം എക്സ്ട്രാ മാറ്റിയിട്ടാണ് അവിടെ ഞാൻ അളവെടുക്കണത്. അപ്പോൾ അര ഇഞ്ച് ഞാൻ മാറ്റിയിട്ട് അവിടെ നിന്ന് ഷോൾഡർ അളവ് തുടങ്ങുകയാണ്. അപ്പോൾ ഷോൾഡർ ഞാൻ ഇതിലെടുക്കണത് 7 ഇഞ്ചാണ്. 7 ഇഞ്ചിൽ നിന്ന് ഷോൾഡർ എടുക്കുന്നതിൻ്റെ കാര്യം, നമുക്ക് ഇത് സ്ലീവ്ലെസ് ആണ്. അപ്പോൾ സ്ലീവ്ലെസ് കുർത്തിയാകുമ്പോൾ നമുക്ക് കുറച്ച് കയറിക്കണതായിരിക്കും നല്ലത്. അപ്പോൾ 7 ഇഞ്ചിൽ ഞാൻ എൻ്റെ ഷോൾഡർ എടുത്തു. എന്നിട്ട് 7 ഇഞ്ചിലാണ് ഇതിൻ്റെ ആം ഹോൾ എടുക്കുന്നത്. 7 ഇഞ്ചിൽ ആം ഹോൾ ഒരു ലൈനിൽ വരയ്ക്കുക. അതിനുശേഷം നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് എടുക്കുക. എൻ്റെ ചെസ്റ്റ് വരുന്നത് 9.5 അപ്പോൾ എപ്പോഴത്തെയും പോലെ ഒരു അര ഇഞ്ച് കൂട്ടിയിട്ട് ഞാൻ ലൂസിങ് കൂട്ടിയിട്ടാണ് അത് അടയാളപ്പെടുത്തുക. 10 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് വേസ്റ്റ് മെഷർമെൻറ്റ് അളക്കുക. നമുക്ക് വേസ്റ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ 14 ഇഞ്ചാണ് വേസ്റ്റ് വരിക. ഇനി വേസ്റ്റിൻ്റെ വിഡ്ത്ത് എനിക്ക് വരുന്നത് 8.7 ഇഞ്ചാണ്. അപ്പോൾ ഞാനൊരു 9-10 എടുത്തു. എന്നിട്ട് നമ്മൾ ചെസ്റ്റും വേസ്റ്റും കൂടി കണക്ട് ചെയ്ത് വരയ്ക്കാം. അതെല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. കണക്ട് ചെയ്ത് വരയ്ക്കുക. പിന്നെ നമുക്ക് സീം അലവൻസ് കൊടുക്കണം. 2 ഇഞ്ചാണ് ഞാൻ സീം അലവൻസ് കൊടുക്കുന്നത്. സീം അലവൻസ് 2 ഇഞ്ച് കൊടുത്താൽ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ തുണി അവിടെ കുറഞ്ഞു പോവില്ല. അപ്പോൾ ബിഗിനേഴ്സൊക്കെ അങ്ങനെയായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മളത് കണക്ട് ചെയ്ത് വരയ്ക്കണം ആ സീം അലവൻസ്. എന്നിട്ട് നമ്മൾ അടുത്തത് ചെയ്യാൻ പോണത് ആം ഹോളിൻ്റെ കർവ് വരച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആം ഹോളിൻ്റെ കർവ് വരയ്ക്കണം. ആം ഹോളിൻ്റെ കർവ് ഇതുപോലെ പകുതി എടുത്തിട്ട് നമ്മൾ 1.5 ഇഞ്ചിൽ നമ്മൾ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഇതുപോലെ വരച്ചാൽ മതി. ഇത് ഞാൻ കുഴിച്ച് വരയ്ക്കില്ല കേട്ടോ. കാരണം ഇത് സ്ലീവ്ലെസ് പോലത്തെ കുർത്തിയല്ലേ. കാരണം ഇതിൻ്റെ ഉള്ളിൽ കൈ വേണമെങ്കിൽ വെക്കേണ്ടവർക്ക് വെക്കാം. പക്ഷെ ഞാൻ വെക്കില്ല. നമ്മൾ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് നമുക്കിതിന് ആവശ്യമില്ലെങ്കിൽ കൂടിയും ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് ഇതിൽ വരച്ചിരിക്കണം. കാരണം അതായിരിക്കും ഈസി ആവുക. കാരണം ഇതൊരു എ ലൈൻ ആണെങ്കിൽ പോലും ആ ഹിപ്പിനോട് കണക്ട് ചെയ്തിട്ടാണ് അത് വരച്ചു പോകുക. അതേ ഇതുപോലെ ഹിപ്പിൻ്റെ ആ മെഷർമെൻറ്റിനോട് കണക്ട് ചെയ്ത് ആ തുണിയുടെ വീതി എത്രയാണോ ആ വീതി വരെ നമ്മൾക്ക് വരയ്ക്കാം. എ ലൈൻ കണ്ടില്ലേ, ഇതുപോലെ വരച്ചെടുക്കാം. നമുക്ക് എന്നിട്ട് അതിനാവശ്യമുള്ള സീം അലവൻസ് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ഇഞ്ചെല്ലാം 2 ഇഞ്ചാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വരുന്നതോറും 1 ഇഞ്ചാക്കി കണ്ടോ ഇതുപോലെ കുറച്ച് അറ്റം വരെ നമുക്ക് ഇതാക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തുന്നാൻ പറ്റും. ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി അതിൻ്റെ പകുതി എടുക്കുക. ഈ സൈഡ് തൂങ്ങിയെടുക്കും എ ലൈൻ കുർത്തികളുടെ. അപ്പോൾ അത് കെടുക്കാണ്ടിരിക്കാൻ വേണ്ടി അതിൻ്റെ പകുതി എടുത്തിട്ട് 1.5 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് നമ്മളിത് ഇതുപോലെ ചരിച്ച് വെട്ടി കൊടുക്കണം. നമ്മൾ വെട്ടുമ്പോൾ നമ്മളത് ചരിച്ചിട്ടാണ് വെട്ടി കൊടുക്കുക. അപ്പോൾ അവിടെ ഇതുണ്ടാവില്ല. അപ്പോൾ ഞാൻ ആം ഹോൾ കർവ് ശരിയാക്കി ഷോൾഡർ വരച്ചു. കണ്ടില്ലേ, ഷോൾഡർ ഞാൻ വരച്ചു. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്ത് എടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഫുള്ളായിട്ട് കാണിക്കില്ല കേട്ടോ. കാരണം വീഡിയോ നന്നായിട്ട് ലെങ്ത്തായി പോകും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ ആ വരച്ച ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത് ഇതിൻ്റെ നെക്കാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ നെക്ക് ചെയ്യണത് 4 ഇഞ്ചിലാണ് ഞാൻ ഇതിൻ്റെ നെക്ക് ചെയ്യണത്. അപ്പോൾ ഈ 4 ഇഞ്ചിൽ നമ്മൾ എടുക്കണമെങ്കിൽ 3.5 ഇഞ്ച് മതി. 3.25 മതി. 3.25 ഈ ലൈനിങ്ങിലാണ് ചെയ്യണത്. കാരണം കൊണ്ട് മറച്ചു വരുമ്പോൾ നമുക്ക് 4 ഇഞ്ച് വരും. ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് 7.5 ഇഞ്ചാണ്. 7 ഇഞ്ച് കുറച്ച് വീതിയിൽ ഇത്തിരി ഇതിൽ തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. വീനക്കാണ് ഞാൻ ചെയ്യുന്നത്. അതാണ് ഇങ്ങനെ വെച്ച് വരയ്ക്കുന്നത്. അപ്പോൾ 7.5 ഇഞ്ചിൽ ഞാൻ ഒരു ലൈൻ വരയ്ക്കുക. കണ്ടില്ലേ, ഇതുപോലെ തന്നെ ചെയ്യുക. നമ്മൾ ഈ ലൈനിങ്ങിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ലൈനിങ്ങിൽ ചെയ്യുമ്പോൾ എന്തായാലും 4ലേക്ക് എത്തും. 3.25 കൊടുത്താലും. അതാണ് ലൈനിങ്ങിൻ്റെ പ്രത്യേകത. അപ്പോൾ പക്ഷേ ക്യാൻവാസിലാണെങ്കിൽ നമുക്ക് കറക്റ്റ് 3.5 ആണെങ്കിൽ 3.5 തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യണ്ട. ഇതും ബാക്കിൽ 6 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. 6 ഇഞ്ചിൽ നമ്മളൊരു ബോക്സ് ആക്കി മാറ്റില്ലേ. 3.25 ഇഞ്ചിലും ഇതുപോലൊരു ബോക്സ് ആക്കി മാറ്റി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങനെ വേണമെങ്കിൽ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ഞാൻ ചെയ്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ ഒരു റൗണ്ട് ഷേപ്പ് കൊടുത്ത് നമ്മളതൊരു റൗണ്ട് നെക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ റൗണ്ട് നെക്ക് ഇതുപോലെ റൗണ്ടും അതുപോലെ ബാക്കിൽ ഫ്രണ്ടിൽ വിയും തയ്ച്ച് വെട്ടി വെച്ചിരിക്കുകയാണ്. വെട്ടി കൊണ്ടുവന്നു. അങ്ങനെ വെട്ടി ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ ഇനി അതിൻ്റെ ലൈനിങ് എടുത്തിട്ട് നമ്മൾ ആ ലൈനിങ് വെട്ടണം. അപ്പോൾ രണ്ടും ഞാൻ മാറ്റി വെച്ചു. ലൈനിങ്ങിൽ ഒരിക്കലും നെക്ക് വെട്ടരുത് കേട്ടോ. മെയിൻ തുണിയിൽ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ
നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഫ്രില്ല് തയ്ക്കണമെന്ന്. അപ്പോൾ നമ്മൾ ആ ഫ്രില്ലിൻ്റെ കണ്ടില്ലേ ആദ്യത്തെ ആ ഫോട്ടോയിൽ കാണാമല്ലോ. അപ്പോൾ ഫ്രില്ല്, അപ്പോൾ ആ ഫ്രില്ല് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഷോൾഡറിൽ നിന്ന് താഴേക്ക് 11 ഇഞ്ചിലാണ് ആ ഫ്രില്ല് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് 11 ഇഞ്ചിൽ തുണി വരുമ്പോൾ നമുക്ക് ഫ്രില്ല് വയ്ക്കാനുള്ള തുണി 11 ഇഞ്ചിൻ്റെ ഇരട്ടി വേണം. അപ്പോൾ 11 ഇഞ്ചിൻ്റെ ഇരട്ടിയാണ് 22. അതുപോലെ തന്നെ ബാക്കിലേക്ക് വേണം. അപ്പോൾ 22, 22ഉം 44. അപ്പോൾ അത്രയും വീതിയിൽ തുണി എടുത്താൽ ഫ്രില്ല് കറക്റ്റായിട്ട് വന്നോളും. പിന്നെ നമുക്കൊരു കയ്യിന് ഒരു ലെങ്ത്ത് എടുക്കണ പോലെ തന്നെ എടുക്കുമല്ലോ. അപ്പോൾ ആ ഫ്രില്ല് വെക്കുന്നതിന് ഒരു ഇത് വേണ്ടേ, 6 ഇഞ്ചിലോ 7 ഇഞ്ചിലോ 8 ഇഞ്ചിലോ എത്ര വേണമെങ്കിൽ വെക്കാം. ഞാനിവിടെ 6 ഇഞ്ചിലാണ് വെക്കുന്നത്. പിന്നെ 44 ഇഞ്ചിൻ്റെ വീതിയുള്ള തുണി, നീളത്തിൽ അത് ജോയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 44 ഇഞ്ചിൻ്റെ തുണി ഇതിൽ ബാക്കിയില്ല. അപ്പോൾ ഞാൻ അത് ഓരോ പീസായിട്ട് മുറിച്ച് ജോയിൻ ചെയ്ത് അത് 44 ഇഞ്ചാക്കി കൊണ്ടുവരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ തന്നെ ചെയ്യട്ടോ. എന്നിട്ട് അത് നമ്മൾ മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കഴുത്ത് ഇതുപോലെ മറച്ചിട്ടിട്ട് ലൈനിങ് വെച്ച് മറച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇതുപോലെ മറച്ചു കൊണ്ടുവരിക. ഇനി അതിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ നമ്മൾ യോജിപ്പിക്കുക. അങ്ങനെ ഷോൾഡറുകൾ യോജിപ്പിച്ച് ഞാൻ അതിൻ്റെ കൈ ബയാസ് ബൈൻഡിങ് വെച്ചിട്ട് തയ്ച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ കൊണ്ടുവന്നത് നമ്മൾ അതിൻ്റെ സൈഡൊക്കെ ഇൻ്റർലോക്ക് ചെയ്ത് എല്ലാ ഭാഗങ്ങളും ഇൻ്റർലോക്ക് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവരണം. എന്നിട്ട് കൊണ്ടുവന്നിട്ട് നമ്മളത് ഫ്രില്ലാക്കിയിട്ട് ഇതിൽ വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഷോൾഡർ എടുത്തു, അതിൻ്റെ പകുതി എടുത്തു. ആ പകുതി എടുത്തിട്ട് നമ്മളൊരു പോയിൻ്റ് ചെയ്യുക. എൻ്റെ താഴേക്ക് 11 ഇഞ്ചാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. അതിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതുപോലെ തന്നെ ബാക്കിലേക്കും വരയ്ക്കണം. ഇതുപോലെ തന്നെ ബാക്കിലേക്കും വരയ്ക്കുക. ഇതുപോലെ ഇപ്പുറത്തെ ഷോൾഡർ ഇപ്പുറത്തേലും വരയ്ക്കുക 11 ഇഞ്ചിൽ ഇപ്പുറത്തെ. എന്നിട്ട് നമ്മൾ ഇത് ഈ വീഡിയോയിൽ ഇതുപോലെ വെച്ചിട്ടാണ് നമുക്ക് ആ ഫോട്ടോയിൽ കാണാമല്ലോ. അതുപോലെ വെച്ച് നമ്മൾ തയ്ച്ചെടുക്കണം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ തുണിയിൽ ഒരു വലിയ സ്റ്റിച്ചിൽ നമ്മൾ തയ്ക്കുക. വലിയ സ്റ്റിച്ചിട്ട് നമ്മൾ തയ്ച്ചിട്ട് ഇതുപോലെ നൂല് ഇങ്ങനെ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യില്ലേ ഫ്രില്ല്, നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ഇതുപോലെ ഫ്രില്ല് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഈ 11 ഇഞ്ചിൽ വരാവുന്ന രൂപത്തിൽ നമ്മൾ ആ എടുത്ത തുണിയിൽ ഫ്രില്ലുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. കണ്ടോ, ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടോ, ഇവിടെ നിന്ന് തയ്ച്ച് നമ്മൾ ഇങ്ങനെ പോയി ബാക്കിലേക്കും ഇതുപോലെ പോകണം. ഞാനത് ഫുൾ അഡ്ജസ്റ്റ് ചെയ്തില്ല, എനിക്ക് ഇത്തിരി കൂടുതലാണ്. അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായിക്കോളും 11 ഇഞ്ചിൽ കണ്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അതുപോലെ വൃത്തിയായിട്ട് തയ്ച്ച് വരുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിരിക്കും. അപ്പോൾ എല്ലാം കഴിച്ചു. ഞാൻ അതിൻ്റെ 2 ഭാഗത്തും വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് അതിൻ്റെ അത് ഷേപ്പ് ചെയ്ത് കൊണ്ടുവന്നു. കണ്ടില്ലേ, 2 ഭാഗങ്ങളും ഷേപ്പ് ചെയ്ത് അതിൻ്റെ ലൈനിങ്ങൊക്കെ അടിയിൽ വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് തയ്ച്ചു കഴിഞ്ഞു. ഇതുണ്ടോ, ഫ്രില്ല് 11 ഇഞ്ചിൽ ഞാൻ വെച്ചു. അതുപോലെ തന്നെ അത് കണക്ട് ചെയ്ത് കണ്ടോ, ബാക്കിലേക്ക് വരച്ചിരിക്കുന്നത് 11 ഇഞ്ചിൽ താഴെ ലൈനിങ് കൂട്ടി തയ്ക്കുകയാണ് ചെയ്തത് അതിൻ്റെ അടിയിൽ. അപ്പോൾ ഇങ്ങനെയാണ് ലാസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.